മലേഷ്യയിൽ പോകാൻ ഇന്ത്യൻസിന് വിസയുടെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? വിസ ഓൺ അറൈവൽ കിട്ടുമോ? ഏതൊക്കെയാണ് ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ്? ഏതാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മലേഷ്യ? അമിത പണച്ചെലവ് ഒഴിവാക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ 8 days ട്രിപ്പിൽ 4 ദിവസം തായ്ലൻഡിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പട്ടായ എയർപോർട്ടിൽ നിന്നാണ് മലേഷ്യയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പട്ടായ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ ചെറിയ എയർപോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഫ്രീ എല്ലാം കുറവാണ്, കുറച്ച് ഷോപ്പാണ്. ഈ ലോറിയലിൻ്റെ ഒക്കെ കുറേ എംറ്റി കൗണ്ടേഴ്സ് ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറ്റി? മനുഷ്യൻ്റെ ചുണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടില്ല. ഈ ഓണായിട്ടില്ല പക്ഷെ സാധാരണ എയർപോർട്ടിൽ എത്തുമ്പോൾ ഭയങ്കര ഓണമാണ്. വൈശ്വര്യ കിട്ടിയ ഡോണറ്റ് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബോർഡ് ചെയ്തിരിക്കുകയാണ്. 25 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോർഡിങ് ആയുള്ളൂ. ഇപ്പോൾ ഒരു 2:30 ആയി. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട്, കഴിഞ്ഞായിരുന്നു. 2024 ലാസ്റ്റും 2025 ബിഗിനിങ്ങുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതാകുമ്പോൾ ന്യൂ ഇയർ മലേഷ്യയിൽ ആഘോഷിക്കാമല്ലോ എന്ന് കരുതി. ഞങ്ങൾക്ക് മലേഷ്യ എയർപോർട്ടിൽ നിന്ന് വിസ ഓൺ അറൈവൽ കിട്ടിയായിരുന്നു. ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് 26 ഫെബ്രുവരി 2025 ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇന്ത്യൻസിന് ടൂറിസ്റ്റ് ആയിട്ട് മലേഷ്യയിലേക്ക് 30 ദിവസം വരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ വിസ ഓൺ അറൈവൽ മലേഷ്യ എയർപോർട്ടിൽ നിന്ന് കിട്ടും എന്നാണ് കാണിക്കുന്നത്. ഇനി ഡിസംബർ 31, 2026 വരെ ഇത് വാലിഡ് ആണ് എന്നാണ് ഇന്ന് ഗൂഗിളിൽ കാണിക്കുന്നത്. ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അമെൻമെന്റ്സോ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റിന് തൊട്ടു മുമ്പ് മലേഷ്യൻ എംബസിയുടെ സൈറ്റിലോ കൺസുലേറ്റിലോ കയറി ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിസ ഓൺ അറൈവൽ കിട്ടാൻ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് പറയുന്നത് 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റിന്റെ പ്രൂഫും ആണ്. ഇത് നമുക്ക് എയർപോർട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് മലേഷ്യയിൽ എത്തുന്നതിന് മുമ്പോ ഫില്ല് ചെയ്യാം. ഇത് കൂടാതെ ഹോട്ടൽ അക്കോമഡേഷന്റെ കൺഫർമേഷന്റെ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ചെക്ക് ചെയ്തില്ല. അങ്ങനെ മലേഷ്യ എത്തി. കാലാവസ്ഥ ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ ഹോട്ടലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. മലേഷ്യയിൽ തന്നെ മെയിൻ സിറ്റി ആയിട്ടുള്ള കോലാലംപൂർ തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൽ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഹോട്ടലിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മെട്രോ സ്റ്റേഷനാണ്. അതിന് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു മോളും ഉണ്ട്. സാധനം കണ്ടേ, പക്ഷെ ഞാൻ പാനിപ്പൂരിയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ വേറൊരു പേരെന്തെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പാനിപ്പൂരി പോലെ ഉണ്ട് കാണാനായിട്ട്. ഞങ്ങളിപ്പോഴല്ലോ KL ടവറിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നേരെ KL ടവറിൽ പോയിട്ട് അവിടുത്തെ സ്കൈ വാക്ക് കണ്ടിട്ട്. മലേഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് KL ടവർ. അതുപോലെ തന്നെ മറ്റുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് പെട്രോണാസ് ട്വിൻ ടവർ, KLCC പാർക്ക്, ബട്ടു കേവ്സ്, കോലാലംപൂർ പവലിയൻ, KLCC അക്വേറിയം, ലെഗോലാൻഡ് മലേഷ്യ. ഈ 7 സ്ഥലങ്ങളാണ് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് 7ാമത്തെ സ്ഥലത്തിലൊഴിച്ച് ബാക്കി 6 സ്ഥലങ്ങളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പിള്ളേർക്ക് സേഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ വൈഷുവിനും കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. ഈ കാണുന്നതാണ് കേട്ടോ KL ടവർ. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ കുറച്ചധികം നേരം ക്യൂ ഒക്കെ നിന്നതിന് ശേഷം ലിഫ്റ്റൊക്കെ കിട്ടി മേളിലെത്തി കഴിയുമ്പോഴുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. KL ടവറിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പെട്രോണാസ് ട്വിൻ ടവർ കാണാം. അതുകൊണ്ട് തന്നെ ട്വിൻ ടവർ ബാക്കിൽ വരുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാനാണ് മിക്ക ആളുകളും KL ടവറിൽ വരുന്നത്. എന്നാൽ അതിനുവേണ്ടി മാത്രമാണോ വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇതിന്റെ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു വിഷ്വൽ ഇതിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ്. നമുക്ക് അത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞങ്ങൾ സ്കൈ ഡെക്കിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതിനകത്ത് ഓരോ നമ്പർ ഉണ്ടാവും.
ആ നമ്പർ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും, അതനുസരിച്ച് നമ്മൾ കയറണം. സ്കൈഡക്ക് എന്താണെന്ന് വെച്ചാൽ താഴേൽ ചില്ലിട്ടിട്ടുള്ള 2 ബോക്സ് ഷേപ്പിലുള്ള കൂടാരം പോലത്തെ സംഭവമാണ്. അവിടെ കയറി നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. പക്ഷേ ഒരു 5 മിനിറ്റിൽ താഴെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ അധിക സമയം നമ്മൾ അവിടെ ചെലവഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് നിൽപ്പുണ്ട്. ഇവർ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരുകയും ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ താഴ്ച കാണുമ്പോൾ വൈഷു പേടിക്കുമെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഞെട്ടലായിപ്പോയി വൈഷു ഇത്രയും കാര്യമായിട്ട് അത് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ. എന്തായാലും വൈഷുവിൻ്റെ കുഞ്ഞു ഓർമ്മയിൽ ഈ യാത്രേനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കാണാതിരിക്കില്ല. കേൽ ടവറിൻ്റെ താഴെ സൈഡിലായിട്ട് പച്ച കാർപ്പറ്റ് ഇട്ട ഒരു വിശാലമായ ഏരിയ ഉണ്ട്. അവിടെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, കുറേ പേര് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. Say thank you. Okay. താഴെ എടുത്തു കഴിച്ചോന്ന്. താങ്ക് യു വൈഷു, താങ്ക് യു പറ. താങ്ക് യു. സെക്കൻഡ് ഡേ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ കാണുന്നത് മലേഷ്യയിലെ നല്ലൊരു മഴയാണ് കേട്ടോ. ഇവിടെ 2 മഴക്കാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നവംബർ ടു മാർച്ച് നോർത്ത് ഈസ്റ്റ് മൺസൂണും മെയ് ടു സെപ്റ്റംബർ സൗത്ത് വെസ്റ്റ് മൺസൂണും. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല ഇത് അനുഭവപ്പെടുന്നത്. ഇനി മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് ഓർത്തിട്ടുള്ള സങ്കടമാണ് കേട്ടോ വൈഷുവിന്. മലേഷ്യ പോകാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഈ റെയിനി സീസണിൻ്റെ ടൈം കൺസിഡർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ സെപ്റ്റംബർ ടു ഒക്ടോബർ ടൈമിലായിരിക്കും അക്കോമഡേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റി പ്രൈസസും എല്ലാം നോർമലായിട്ട് അല്ലെങ്കിൽ ഒരു നോർമലിൽ താഴെയുള്ള റേറ്റ് ആയിട്ട് ഉണ്ടാവുക എന്നാണ് ഗൂഗിളിലുള്ളത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി മലേഷ്യൻ മെട്രോയിൽ യാത്ര ചെയ്താലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് ഉണ്ട്, പക്ഷെ ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ്ലെസ് ആണ്. ഫോറക്സ് കാർഡ് ഇവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും ഗ്രാബിൽ ടാക്സി ബുക്ക് ചെയ്തു. തായ്ലാൻഡിലെ പോലെ തന്നെ മലേഷ്യയിലും വേസ്റ്റ് ആയിട്ട് മണി സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ ഗ്രാബ് ആപ്പ് വഴി മാത്രമാണ് തായ്ലാൻഡിലും മലേഷ്യയിലും ടാക്സി ബുക്ക് ചെയ്തിരുന്നത്. ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഹോട്ടലും നേരത്തെ ക്ലൂക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവലിംഗ് ചാർജസ് ഗ്രാബ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു റീസണബിൾ പ്രൈസേ ഞങ്ങൾക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലൂക്ക് ആപ്പിലുള്ള ഡിസ്കൗണ്ടും കൂടി ഞങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളീ പോകുന്നത് ബട്ടു കേവ്സിലേക്കാണ്. ഇതൊരു സ്പിരിച്വൽ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇവർ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ കയറുമ്പോൾ. മലേഷ്യയുടെ പോപ്പുലേഷനിൽ വലിയൊരു ശതമാനം ഇന്ത്യൻസ് ഉണ്ട്, എസ്പെഷ്യലി തമിലിയൻസ്. ഈ ഒരു ഏരിയയിലും തമിലിയൻസിന്റെ പോപ്പുലേഷൻ കൂടുതലാണ്. ബട്ടു കേവ്സിന്റെ സൈഡിൽ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കബാലി ഷൂട്ട് ചെയ്യാൻ വേണ്ടി രജനീകാന്ത് വന്നപ്പോൾ ഇരുന്ന ചെയർ അവർ പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്തെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡും റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ് ഇവിടെ. ട്രിപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത് കൂടുതലും ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈഷു കൂടുതലും അതിനകത്തേക്കാണ് കഴിച്ച് ശീലിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കും കുറേ നാളിങ്ങനെ ഇന്ത്യൻ ഫുഡ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളും ചോറും കറിയൊക്കെ കഴിച്ച് ശീലിച്ച ആളുകളാണല്ലോ. പിന്നെ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 7-11 ഷോപ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഷോപ്പുകളിൽ നിന്ന്
പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രോസൻറ്റ്, ബ്രെഡ്സ് ഇതെല്ലാം കിട്ടും. ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ ബ്രെഡല്ല, അതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. ബട്ടു കേവ്സ് കണ്ടു കഴിഞ്ഞ് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം രാത്രി ആയപ്പോഴത്തേക്കും പെട്രോണാസ് ടവറിലേക്ക് പോയി. ഇന്നാണ് ന്യൂ ഇയർ. പെട്രോണാസ് ടവറിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുത്തു തരാൻ കുറേ ആളുകൾ ലൈറ്റും ക്യാമറയും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. 15 റിങ്കറ്റാണ് അവർ കോസ്റ്റായിട്ട് പറയുന്നത്. അത് ചിലപ്പോൾ സീസണും ആളുകളുടെ എണ്ണമൊക്കെ അനുസരിച്ച് മാറുമായിരിക്കും. ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്രോണാസ് ടവറിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി അവർ നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലൂക്ക് വഴിയോ ടിക്കറ്റ് ടു അട്രാക്ഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ടിക്കറ്റിനുള്ളിൽ ഒരു സ്പെസിഫിക് ടൈം ഓഫ് എൻട്രി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ അവിടെ ചെല്ലാനായിട്ട് ശ്രമിക്കണം. പിന്നെ ചില ടിക്കറ്റ്സിൽ നമ്മളെ പിക്കപ്പ് ചെയ്യാനുള്ള ഡ്രൈവറുടെ ഫീസും അതിൻ്റെ ഉള്ളിൽ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ ഡ്രൈവറുടെ കയ്യിലായിരിക്കും നമ്മുടെ ടിക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ ഡ്രൈവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആൻസർ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. KLCC ഗാർഡനും KLCC പവലിയനും എല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ സമയത്ത് ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ നേരെ തിരിച്ചുപോയി. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് EC ഹോട്ടൽ എന്നാണ്. കോലാലംപൂർ സിറ്റിയിലെ നടുക്ക് തന്നെയാണ് ഹോട്ടൽ ഇരിക്കുന്നത്, മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെ. അങ്ങനെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. സെൻട്രൽ മാർക്കറ്റാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം ഷോപ്പിങ്ങിനായിട്ടെന്നാണ് ഒരു ടാക്സി ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൽ എത്തിയായിരുന്നു. ഇതൊരു മോളാണ്. ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആണ്. മലേഷ്യയിലും തായ്ലാൻഡിലും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് 3 പിൻ പ്ലഗുകൾ ഇവിടെ 2 സ്ഥലത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ വേറൊരു ടൈപ്പ് പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്യുപ്മെൻസിൻ്റെ പ്ലഗ് അവിടെ സ്യൂട്ട് ആവില്ല. അങ്ങനെ ഒരു 4 hours അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ടോൾ ഗേറ്റിൽ വണ്ടികൾ ക്ലിയർ ചെയ്യുന്ന സ്പീഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവരുടെ കയ്യിലൊരു കാർഡുണ്ട്. ആ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആണ് ഗേറ്റ് ഓപ്പൺ ആവുന്നത്. അത് നിമിഷ നേരത്തിനുള്ളിലാണ് അത് നടക്കുന്നതും. പക്ഷേ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലായാലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും തായ്ലാൻഡാണ് മലേഷ്യയേക്കാൾ ഒരുപടി മുന്നിലെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. 6 മണിയായിട്ടുണ്ട്. നമ്മൾ നല്ലോണം നേരത്തെ എത്തിയേക്കണം. അപ്പോൾ ഇനി കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ബോർഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ സമയം 10:15 10:25 ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ അവിടെ ഒരു 12-12:30 ആകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തും. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ട്രിപ്പ്. ഇവിടെ ഇത്രയുള്ള വേറെ വീഡിയോ കാണാൻ ചെയ്ത് മണി എക്സ്ചേഞ്ചിൻ്റെ സമയത്തും ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ സമയത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം തായ്ലൻഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ എടുത്ത് പറയാതിരുന്നത്. തായ്ലൻഡ് വീഡിയോയുടെ ലിങ്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ കയറി കണ്ടു.